Dear students, ഇന്നത്തെ സബ്ജക്ട് കെമിസ്ട്രി തേർഡ് ചാപ്റ്റർ ഇലക്ട്രോകെമിസ്ട്രി. ഇലക്ട്രോകെമിക്കൽ സീരീസ്. എന്താണ് ഇലക്ട്രോകെമിക്കൽ സീരീസ്? ദ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ്സ് in the increasing or decreasing order of their standard electrode potentials is called electrochemical series or activity series. Elementsine സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് ഓർഡറിലോ ഡിക്രീസിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഇലക്ട്രോകെമിക്കൽ സീരീസിനെ വേറെ പേര് ഏത് പേരിലാണ് അറിയപ്പെടുക? ആക്ടിവിറ്റി സീരീസ്. അപ്പോൾ എലമെന്റ്സിനെ അതിന്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ യൂഷ്വലി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ് എടുക്കുന്നത്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് എടുക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് അതിന് വേറെ തരത്തിൽ എങ്ങനെ പറയാം? ദ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ്സ് ഇൻ ദ increasing or decreasing order of their standard reduction potentials is called electrochemical series. ഇപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് വേരിയസ് എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലോ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോകെമിക്കൽ സീരീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. Applications of electrochemical series. Electrochemical series in the first application എന്താണ്? To calculate the EMF of an electrochemical cell. To calculate the EMF of an electrochemical cell. First application ആണ് to calculate the EMF of an electrochemical cell. The electrode with higher electrode potential is taken as cathode and the other as anode. Higher reduction potential ഉള്ളതിനെയാണ് ആ ഇലക്ട്രോഡിനെയാണ് കാഥോഡ് ആക്കി എടുക്കുന്നത്. ആനോഡ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതായിരിക്കും. ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളത് ഇലക്ട്രോഡാണ് ആനോഡ് ആയിട്ട് എടുക്കുക. ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് കാഥോഡ് ആയിട്ട് എടുക്കുക. E0 cell equal to E0 cathode minus E0 anode. First application to calculate the EMF of an electrochemical cell. Higher electrode potential അല്ലെങ്കിൽ higher reduction potential ഉള്ളതാണ് കാഥോഡ് ആയിട്ട് എടുക്കുക. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഇലക്ട്രോഡ് ആണ് ആനോഡ് ആയിട്ട് എടുക്കുക. Application എന്താണ്? To compare the reactivity of elements. To compare the reactivity of elements. Any metal having lower reduction potential can displace the metal having higher reduction potential from the solutions of their salt. That is, a metal can displace metal ions from the salt solutions of another metal which lie above it in the electrochemical series. അതായത് for example, zinc can displace copper from solution. ഇലക്ട്രോകെമിക്കൽ സീരീസിൽ മുകളിൽ നിൽക്കുന്നത് സിങ്ക് ആണ്. സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും കോപ്പറിനെ. എവിടെ നിന്ന്? അതിന്റെ സൊല്യൂഷൻ, കോപ്പറിന്റെ സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും ആര്? സിങ്ക്. Zn plus CSO4 gives ZnSO4 plus Cu. അപ്പോൾ സിങ്ക് കോപ്പറിന്റെ സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. കാരണം സിങ്കിന്റെ പ്ലേസ് ഇലക്ട്രോകെമിക്കൽ സീരീസിലെ മോഡിലാണ്. മാത്രമല്ല വേറൊരു തരത്തിൽ പറഞ്ഞാൽ any metal having lower reduction potential, reduction potential lower ആയിട്ടുള്ള മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യും മെറ്റൽ ഹാവിങ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫ്രം ദി സൊല്യൂഷൻസ് ഓഫ് ദിയർ സോൾട്ട്. ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസിനെ ഡിസ്പ്ലേസ് ചെയ്യും ഫ്രം ദ സൊല്യൂഷൻസ് ഓഫ് ദിയർ സോൾട്ട്. മെറ്റൽസ് ഹാവിങ് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആനോഡ്. അത് ആനോഡിന് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, അത് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പൊ ഈ കേസിൽ സിങ്ക് ആനോഡ് ആയിരുന്നു, സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും. CuSO4ൽ നിന്ന് Cuനെ ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റല് ഡിസ്പ്ലേസ് ചെയ്യും ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റലിനെ ഫ്രം എവിടെ നിന്ന്? ഫ്രം ദ സൊല്യൂഷൻസ് ഓഫ് ദ സോൾട്ട്.
Third application, to predict the feasibility of cell reactions. If EMF is positive, the cell reaction is feasible. And if it is negative, the cell reaction is not feasible. EMF പോസിറ്റീവ് ആണ് എങ്കിൽ സെൽ റിയാക്ഷൻ ഫീസിബിൾ ആയിരിക്കും. നെഗറ്റീവ് ആണ് എങ്കിൽ സെൽ റിയാക്ഷൻ ഫീസിബിൾ ആവില്ല. Fourth application, to predict whether H2 gas will be evolved by reaction of metal with acids. Fourth application എന്താണ്? H2 ഗ്യാസ് ഇവോൾവ് ചെയ്യോ എന്ന് predict ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. All the metals which have lower reduction potentials compared to that of H2 electrode can liberate H2 gas from acids. അതായത് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസ് H2നെ കമ്പയർ ചെയ്യുമ്പോൾ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസ് H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും ഫ്രം ആസിഡ്സ്. ആസിഡിൽ നിന്ന് H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. അതായത് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽസ് എന്ത് ചെയ്യും? ആസിഡിൽ നിന്ന് H2 ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും. അതായത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസ് അതിന് ലോവർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും, അതായത് ആനോഡ്. അപ്പോൾ അങ്ങനത്തെയുള്ള മെറ്റൽസ് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യും ഫ്രം ആസിഡ്സ്. ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. ടു പ്രെഡിക്റ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിസിസിന്റെ പ്രോഡക്ട്സ് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ്, Nernst equation. Nernst derived an equation for a single electrode potential. The equation gives a relationship between electrode potential and ionic concentration of the electrolyte. For the electrode reaction, Mn plus N electron gives M. The electrode potential at any concentration measured with respect to she can be represented by E Mn plus slash M equal to E0 Mn plus slash M minus RT by NF natural log concentration of products by concentration of reactants. Nernst equation ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. Nernst equation നമുക്ക് തരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് അയണിക് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഈ ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. Mn plus N ഇലക്ട്രോൺ ഗീവ്സ് M. അപ്പോൾ ഫോർ എക്സാമ്പിൾ Zn2 plus 2 ഇലക്ട്രോൺ ഗീവ്സ് Zn. അങ്ങനെ ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഈ Mn പ്ലസ് സ്ലാഷ് M ഈക്വൽ ടു E0 Mn പ്ലസ് സ്ലാഷ് M മൈനസ് RT by NF നാച്ചുറൽ ലോഗ് concentration of M by concentration of Mn plus. But concentration of solid M is taken as unity. Therefore, the Nernst equation becomes എന്താ പറഞ്ഞത്? Mn പ്ലസ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്ത് M ആയി മാറി. Mn പ്ലസ് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്ത് M ആയി മാറി. ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഏതാന്ന്? ഇങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതില് സോളിഡ് എമ്മിന്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പൊ Nernst ഇക്വേഷൻ എങ്ങനെയായി മാറും? ഈ Mn പ്ലസ് സ്ലാഷ് M ഈക്വൽ ടു E0 Mn പ്ലസ് സ്ലാഷ് M മൈനസ് RT by NF log 1 by Mn പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. അതായത് ഈ എമ്മിന്റെ കോൺസെൻട്രേഷൻ 1 ആയി മാറി. പ്യുവർ ആയിട്ടുള്ള, അതായത് സോളിഡ് എമ്മിന്റെ കോൺസെൻട്രേഷൻ, പ്യുവർ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, സോളിഡ് ആയിട്ടുള്ള എമ്മിന്റെ കോൺസെൻട്രേഷൻ 1 ആക്കി എടുക്കാം. ഇപ്പൊ ഇവിടെ 1 ആയി. ഇതില് R എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഇലക്ട്രോഡ് റിയാക്ഷൻ. F എന്ന് പറഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ്. ഇപ്പോൾ Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu എന്ന് പറയുകയാണെങ്കിൽ ആ 2 പ്ലസ്, അപ്പൊ N എന്ന് പറയുന്നത് 2 ആയി മാറും. ഓക്കെ, നാച്ചുറൽ ലോഗരിതത്തിനെ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും മാത്രമല്ല ഈ ആറിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
Mn plus slash m equal to E0 Mn plus slash m minus 2.303. അതെന്തിനാണ് നമ്മൾ ചെയ്തത്? നാച്ചുറൽ ലോഗരിതത്തിൽ നിന്ന് ബേസ് 10ലേക്ക് മാറ്റാനായിട്ട്. 2.303 into 8.314 into 298 by n into 96487 into log 1 by concentration of Mn plus. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? Mn plus slash m equal to E0 Mn plus slash m minus 0.059 by n log 1 by concentration of Mn plus. ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ റിയാക്ഷൻ ആണ് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? Mn plus slash m equal to E0 Mn plus slash m minus RT by n of log concentration of products by concentration of reactants. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി എന്താ ചെയ്തത്? ഈ കോൺസെൻട്രേഷൻ ഓഫ് m അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം ഇതിന്റെ എല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? Mn plus slash m equal to E0 Mn plus slash m minus 0.059 by n log 1 by concentration of Mn plus. ഇപ്പോൾ Nernst equation for a single electrode ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി Nernst equation for a galvanic cell. In Daniell cell, the electrode potential for any concentration of Cu2 plus and Zn2 plus ions can be written as. അപ്പോൾ Daniell cell നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫോർ കാഥോഡ്. കാഥോഡിൽ എന്താണ്? Daniell cell ആനോഡ് സിങ്കും കാഥോഡ് കോപ്പർ ആണ്. അപ്പൊ ഈ നേരത്തെ m എന്ന് എഴുതിയ പോലെ നമ്മൾ എഴുതാം Cu2 plus slash Cu equal to E0 Cu2 plus slash Cu. ഇതെന്താണ്? ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കാഥോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? Cu2 plus slash Cu equal to E0 Cu2 plus slash Cu minus RT by n എന്നുള്ളടത്ത് 2 എഴുതണം. എന്തുകൊണ്ടാണ്? Cu2 plus plus 2 electron gives Cu. അപ്പോൾ 2 electrons. അപ്പോൾ Cu2 plus plus 2 electrons. അപ്പോൾ 2f RT by n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. RT by nf എന്ന് പറയുമ്പോൾ 2f. നാച്ചുറൽ ലോഗ് 1 by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus. ഇതെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ഏതാണ് പ്രോഡക്റ്റ്? Cu അല്ല പ്രോഡക്റ്റ്. Cu നമ്മൾ സോളിഡ് ആയിട്ടുള്ള മെറ്റലിന്റെ നമ്മൾ എന്തെടുക്കുക? 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ Cuന്റെ കോൺസെൻട്രേഷൻ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക. 1 by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus. ഇനി ആനോഡിന്റെ എഴുതണം. ഫോർ ആനോഡ്. ആനോഡില് Daniell സെല്ലില് നടന്നത് എന്താണ്? Zn gives Zn2 plus plus 2 electron എന്നാണ്. പക്ഷെ നമ്മൾ ഇതില് റിഡക്ഷൻ ആണ് നമ്മൾ കാണിക്കുക. അപ്പൊ എങ്ങനെയാ? Zn2 plus plus 2 electron gives Zn. അതാണ് നമ്മൾ ഇതില് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ Zn2 plus slash Zn equal to E0 Zn2 plus slash Zn minus RT by 2f. നാച്ചുറൽ ലോഗ് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് Zn ആണ് വരിക. Zn നമ്മൾ 1 ആക്കി കൊടുക്കുക. കാരണം നമ്മൾ റിഡക്ഷൻ ആണ് എടുക്കുന്നത്. ഓക്സിഡേഷൻ അല്ല, റിഡക്ഷൻ ആണ് എടുക്കുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ നോക്കുക. അപ്പോൾ 1 by Zn2 plus. The cell potential E cell equal to E Cu2 plus slash Cu minus E Zn2 plus slash Zn. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതാണ് E Cu2 plus slash Cu. ഓക്കെ, ഇതാണ് E Zn2 plus slash Zn. ഇതിന് ഇത് കുറയ്ക്കണം ഈ സെല്ല് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ E0 Cu2 plus slash Cu മൈനസ് E0 Zn2 plus slash Zn. ഇതാണ് E0 സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ ഈക്വൽ ടു ഇതിന് പകരം നമുക്ക് E0 സെല്ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ RT by 2f കോമൺ ആണ്. RT by 2f എന്ന് എഴുതി. നാച്ചുറൽ ലോഗ്. ഇനി എന്താ ചെയ്യേണ്ടത്? 1 by Cu2 plus മൈനസ് 1 by Zn2 plus. അപ്പോൾ ലോഗ് 1 by Cu2 plus മൈനസ് ലോഗ് 1 by കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus. ഇതിന് ഇത് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ലോഗരിതത്തിന്റെ കേസിൽ മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിവിഷൻ ആയി മാറും. 1 by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus by 1 by കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus. അപ്പൊ Zn2 plus ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പൊ ലോഗ് നാച്ചുറൽ ലോഗ് Zn2 plus കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus by കോൺസെൻട്രേഷൻ ഓഫ് Cu2 plus ആയി മാറും.
ഇനി നാച്ചുറൽ ലോഗരിതത്തിനെ ബേസ് 10ലേക്ക് കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആറിന്റെയും എഫിന്റെയും ടിന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇ സെൽ ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ് 0.059/2 log concentration of Zn2 plus by concentration of Cu2 plus. Consider a general electrochemical reaction. AA plus BB gives CC plus DD. ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക. നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുക? ഇ സെൽ ഈക്വൽ ടു ഇ സീറോ മൈനസ് 2.303 RT/NF log concentration of products C concentration of C raised to C into D raised to D by concentration of A raised to A into B raised to concentration of B raised to B. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫോമിലാണ് ഇക്വേഷൻ എങ്കിൽ നേൺസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി മാറും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.